MG കോളേജിലാണ് ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ട് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഡേ തന്നെ ഒരു പയ്യൻ എന്റെ സ്കൂട്ടറിന്റെ ബാക്കിൽ, ഞാൻ ഇങ്ങനെ സെക്യൂരിറ്റിയുടെ അടുത്ത് എന്തിനാ പോകുന്നത്, ജോയിൻ ചെയ്യാൻ പോകുന്നതാ, പറയാൻ നിർത്തിയ പാടിന് ഒരു പയ്യൻ എന്റെ സ്കൂട്ടറിന്റെ ബാക്കിൽ കയറിയിരുന്നു. പിന്നെ ഇറങ്ങൂല. എനിക്കാണെങ്കിൽ ഈ ലോഡ് വെച്ച് വണ്ടി ഓടിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. ടീച്ചറായിരുന്നു. ഞാൻ അന്ന് ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാൻ ചെല്ലുക. സ്റ്റുഡന്റ്. അപ്പൊ അതും ചുരിദാറൊക്കെ ഇട്ടിരിക്കണം. നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ അങ്ങനെ വിചാരിക്കില്ലല്ലോ. പക്ഷെ ഈ കുട്ടി ഇറങ്ങൂല. പിന്നെ സെക്യൂരിറ്റി വഴക്കൊക്കെ പറഞ്ഞിട്ടാണ് ആ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ഒരു ഫീൽ ആയി. അപ്പൊ ഞാൻ സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോഴും ഭയങ്കര സങ്കടത്തിലാണ് ജോയിൻ ചെയ്യുന്നതും. ഇവിടെ എങ്ങനെ ഞാൻ പഠിപ്പിക്കും. ഫസ്റ്റ് ഡേ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എന്റെ ഫസ്റ്റ് ഡേ ആണ്. പ്രേമ സിനിമ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ പറയാൻ വന്നേനെ, പ്രേമ സിനിമയിലും മലർമിസിന് ഇതുപോലെ ആയിരുന്നല്ലോ മുമ്പാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ അന്ന് സ്റ്റാഫ് റൂമിൽ ടീച്ചർമാര് പറഞ്ഞു, അത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ടീച്ചറോ കുട്ടിയെന്ന് എങ്ങനെ തിരിച്ചറിയും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചു, അപ്പൊ അതിനുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കാണല്ലേ സാരി. നേരെ ഓഫീസിലേക്ക് പോയി കുറച്ച് സാരി എടുത്തുകൊണ്ട് വന്നു. അന്ന് സാരി കൊടുത്തതാണ്. അന്ന് അത് എനിക്ക് എന്റെ ഒരു സേഫ്റ്റിയും എന്റെ ഒരു കോൺഫിഡൻസും ഒക്കെ ആയിരുന്നു സാരി. പിന്നെയും അത് പലപ്പോഴും അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ 10-42 ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ളിടത്ത് കുട്ടികൾക്ക് എല്ലാവരും ടീച്ചറിന് മനസ്സിലാവണം എന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഇച്ചിരി സൈസൊക്കെ ഇച്ചിരിയും കൂടി കുറവായിരുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഉള്ളത്. അപ്പൊ എന്നെ കണ്ടാൽ ഒട്ടും തോന്നില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ സാരി ആവുമ്പോ എന്തായാലും ടീച്ചർ എന്നുള്ളൊരു റെസ്പെക്ട് പലപ്പോഴും കിട്ടാൻ തുടങ്ങി. അങ്ങനെ കുറെ സാരി. ഞാനിപ്പൊ തിങ്ക് ചെയ്യുന്ന പയ്യന്റെ ഒരു മാനസികാവസ്ഥ, സ്കൂട്ടി കയറി ഇരുന്നിട്ട് ടീച്ചറാണെന്ന് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഇത് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ഇരുന്ന് അവനത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കോ. ഇപ്പോഴും ഞാൻ പറയുന്നത് എവിടെയെങ്കിലും എനിക്ക് അറിഞ്ഞൂടാ അവൻ ആരാണോ ഏത് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞൂടാ.